അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് ഫിഖ്ഹിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ഇസ്തിഹാലത്ത്, ഹൈല്, 3, 4, മുഅല്ലല്, മുത്തവസിത്ത് എന്നിങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, വലിയ അശുദ്ധിയുടെ കാരണം. ഇതിൽ വലിയ അശുദ്ധിയുടെ കാരണം എന്താണ്? ഹൈലാണ് അല്ലേ? ഹൈലാണ് ഇതിൽ വലിയ അശുദ്ധിയുടെ കാരണം. അപ്പോൾ നമ്മളത് അവിടെ എഴുതി കൊടുക്കുന്നു. ഈ രണ്ടാമത്തെ ചോദ്യം, നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല. അതെന്താണ്? ഇസ്തിഹാലത്താണല്ലോ. ഇസ്തിഹാലത്ത് നിസ്കാരം അതുണ്ടായാൽ എന്താണ്? നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. മൂന്നാമത്തേത് കഠോരമായ നജസ്. അതേതാണ്? മുഅല്ലലായ നജസാണ് കഠോരമായ നജസ്. 4, സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ എത്രയാണ്? 3 ഷർത്തുകളാണ് കേട്ടോ. സക്കാത്തിൻ്റെ അവകാശികൾക്ക് 3 ഷർത്തുകളാണുള്ളത്. അഞ്ചാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. നോമ്പ് മുറിയുന്നത് കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങൾ കൊണ്ട് നോമ്പ് മുറിയും. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. 1, തയമ്മുമിന് മണ്ണ് അടിച്ചെടുക്കൽ. ഫർള് എന്ന് തന്നിട്ടുണ്ട്, സുന്നത്ത് എന്ന് തന്നിട്ടുണ്ട്, ഷർത്ത് എന്ന് തന്നിട്ടുണ്ട്. തയമ്മുമിന് മണ്ണടിച്ചെടുക്കൽ അതിൻ്റെ ഫർളാണ്. രണ്ടാമത്തേത് ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത്. ഇത് മുഅല്ലലായ നജസാണോ, മുത്തവസിത്തായ നജസാണോ, മുഖഫഫായ നജസാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത്? നമുക്കൊക്കെ അറിയാം, മുത്തവസിത്തായ നജസാണ് ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിൻ്റെ 3ാമത്തെ ഫർള് സൗമ്, സ്വലാത്ത്, സക്കാത്ത് എന്നൊക്കെ തരും. അപ്പം എന്താണ്? 3ാമത്തെ ഫർളാണ് സക്കാത്ത് അല്ലേ, ഇസ്ലാമിൻ്റെ. ഇനി 4ാമത്തെ ചോദ്യം, സക്കാത്തിൻ്റെ അവകാശികൾ 14, 8, 6 തന്നിട്ടുണ്ട്. സക്കാത്തിൻ്റെ അവകാശികൾ 8 വിഭാഗമാണ്. 5ാമത്തെ ചോദ്യം, മുഹരിം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്ത്, ജായിസ്, ഹറാം എന്നിങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഉത്തരം ഹറാം. 3ാമത്തെ പ്രവർത്തനം വിധി എഴുതാം. ഒന്നാമത്തെ ചോദ്യം, തവാഫിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ. ഉത്തരം സുന്നത്താണ്. രണ്ടാമത്തേത് സഈ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ്? കറാഹത്താണ്. മൂന്നാമത്തേത് വകതിരിവില്ലാത്തവരെ മുസാഫ് തൊടുന്നതിൽ നിന്ന് തടയൽ വാജിബാണ്. വകതിരിവില്ലാത്തവർ മുസാഫ് തൊടുന്നത് കണ്ടാൽ അപ്പം തന്നെ നമ്മൾ തടയണം, അത് വാജിബാണ്. 4ാമത്തേത് ഹൈലുകാരി നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. 5ാമത്തേത് ജന്നത്തു ബക്കയിൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. 4ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ്. ചോദ്യം 1, ലൈസ അലൻ നിസാഇ ഹൽക്കുൻ ഡാഷ്. ഉത്തരം ഇന്നമ അലൻ നിസാഇ തഖ്സീറു. 2ാമത്തെ ചോദ്യം, വൽ യതവഫു ഡാഷ് എന്തായിരിക്കും? ഉത്തരം ബിൽ ബൈത്തിൽ അതീഖി. 3ാമത്തേത് വലില്ലാഹി അലൻ നിസാഇ ഹിജ്ജുൽ ബൈത്തി ഡാഷ്. ഉത്തരം മൻ ഇസ്തതാഅ ഇലൈഹി സബീൽ. 4ാമത്തെ ചോദ്യം, നവൈതു സൗമ ഡാഷ് അൻ ഡാഷ് ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഉത്തരം നവൈതു സൗമഅദീൻ അൻ അദാഇ ഫർള റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. 5ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1, മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീഖാത്ത്. ഉത്തരം മക്ക തന്നെയാണ്. ചോദ്യം 2, ബലി എന്നാൽ എന്ത്? ബലി എന്നാൽ ഉളുഹിയ്യത്തിന് മതിയാകുന്ന ഒരാടിനെ അറക്കലാണ് ബലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം 3, രാത്രി തന്നെ നിയ്യത്ത് വേണം ഏത് നോമ്പിന്? ഉത്തരം ഫർള് നോമ്പിന് രാത്രി തന്നെ നമ്മൾ നിയ്യത്ത് ചെയ്യണം. ചോദ്യം 4, ഹജ്ജിൻ്റെ വാജിബാത്തുകളുടെ എണ്ണം. ഉത്തരം 5. ചോദ്യം 5, സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേര്. സക്കാത്തുൽ ഫിത്തറിൻ്റെ വേറൊരു പേരുണ്ട്. എന്താണ് പേര്? സക്കാത്തുൽ ബദൻ എന്നാണ്.
ആദ്യത്തെ 6ാമത്തെ ചോദ്യം 5 ഒട്ടകങ്ങൾക്ക് നൽകേണ്ടുന്ന ജക്കാത്ത്. 5 ഒട്ടകങ്ങൾക്ക് നമ്മൾ ഒരാടാണ് ജക്കാത്തായിട്ട് നൽകേണ്ടത്. 7ാമത്തെ ചോദ്യം ധാന്യങ്ങളിൽ ജക്കാത്തിൻ്റെ ലിറ്റർ കണക്ക്. ലിറ്റർ കണക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 960 ലിറ്റർ. 8ാമത്തേത് സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ്. ഉത്തരം ലഹരിദ്രാവകങ്ങൾ. ലഹരിദ്രാവകങ്ങൾ സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസാണ്. 9 വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര്. ഉത്തരം ചെറിയ ശുദ്ധി. 10ാമത്തെ ചോദ്യം ഒരു തൈമം കൊണ്ട് എത്ര ജനാസ നിസ്കരിക്കാം. ഉത്തരം എത്രയും നിസ്കരിക്കാം. 6ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം. ചോദ്യം 1 ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്ത് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിലല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ്. ചോദ്യം 2 ഇഅ്തികാഫ് എന്നാൽ എന്ത്. ഉത്തരം നിസ്കാരത്തിൻ്റെ തുമാനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എന്ത് ഇഅ്തികാഫ് എന്നാൽ പറയുന്നത്. അതീതന് 3ാമത്തെ ചോദ്യം നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ. ഉത്തരം 2 പെരുന്നാൾ ദിവസം, അയ്യാമുത് തശ്രീഖ്, ഷക്കിൻ്റെ ദിവസം എന്നീ ദിവസങ്ങളിലൊക്കെ എന്താണ് നോമ്പ് ഹറാമാകും. 4 മിസ്കിൻ. മിസ്കിൻ എന്നാൽ എന്താണ്. ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണെന്ത് മിസ്കിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ാമത്തേത് ഖിറാൻ എന്നാൽ എന്ത്. ഹജ്ജിനും ഉംറയ്ക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യലാണ് ഖിറാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രവർത്തനം സാരം എഴുതുക. ഇവിടെ അറബികൾ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഒക്കെ അർത്ഥം എഴുതി കൊടുത്താൽ മതി. 1ാമത്തേത് അഹബ്ബു ഇബാദി ഇലയ്യ ആഴ്ജലവും ഫിത്തറ. അതിൻ്റെ അർത്ഥം എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവരാണ്. 2ാമത്തേത് മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. അതിനർത്ഥം ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങി. ഇതുപോലത്തെ ഒരുപാട് ഉപകാരപ്രദമായ ചോദ്യപേപ്പറുകൾ മറ്റ് വിഷയത്തിൻ്റെയും പരീക്ഷ കഴിഞ്ഞ പാടെ അതിൻ്റെ ആൻസർ കീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്ന് മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. കൂട്ടുകാരൊക്കെ നല്ലോണം പഠിക്കുക. പൊതുപരീക്ഷയിൽ എല്ലാ മക്കൾക്കും ഉന്നത വിജയം അല്ലാഹു സുബ്ഹാനഹു തആല നൽകട്ടെ. ആമീൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.